കാലടി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചിത്വ അവലോകന യോഗം ചേർന്നു. മഴക്കാല പൂർവ്വ ശുചിത്വ പരിപാടികളുടെ അവലോകന യോഗം കാലടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനേഷ് പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു. കാലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൾക്കീസ് കൊർണപ്പറ്റ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ആനന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസീന ഷാനൂബ്, മുൻ പ്രസിഡന്റ് അസ്ലം K തിരുത്തി, വാർഡ് മെമ്പർമാരായ അബ്ദുൽ ഗഫൂർ, PG ജിൻസി, രജിത, സെലീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ RP ഷാജു ഇതുവരെ നടന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ ഗുളികകൾ വിതരണം ചെയ്തുവെന്നും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ കേന്ദ്രീകരിച്ചു മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റ് ബോധവൽക്കരണ ക്ലാസുകളും നടന്നെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. തുടർന്ന് വരും ദിവസങ്ങളിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വീടുകളിലും മറ്റും സ്ഥാപനങ്ങളിലും പകർച്ചവ്യാധി നിയന്ത്രണ നിയമം 2023 പ്രകാരമുള്ള 10,000 രൂപയുടെ ഫൈൻ അടപ്പിക്കുന്ന നിയമ നടപടികൾ സ്വീകരിക്കാനും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വപ്ന യോഗത്തിന് നന്ദി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, മറ്റ് പഞ്ചായത്ത് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ.